ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുറേ നാളായി നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഞാൻ ഈ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട ശേഷം കുറേ കമൻസ് ഓരോ പല വീഡിയോയ്ക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നാണ് സാധനം എടുത്തത്, എത്രയാണ് റേറ്റ്, എന്താണ് കാര്യങ്ങൾ, ഏതൊക്കെയാണ് പ്രൊഡക്റ്റ്, അങ്ങനെയൊക്കെ ചോദിച്ച് പല പല ചോദ്യങ്ങൾ പല തവണയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം മ്യൂറൽ പെയിൻറ്റിങ്ങിന് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ ഞാനിവിടെ ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പം ആദ്യം തന്നെ പെയിൻറ്റിങ് ആണ്. പെയിൻറ്റിങ്ങിൽ ഞാൻ ഉപയോഗിക്കുന്നത് ആർട്ടിസ്റ്റ് കളറാണ്. ആർട്ടിസ്റ്റ് 3 കളറാണ് എൻ്റെ കയ്യിലുള്ളത്, 4 കളറ്. അതായത് ബേൺസീന, അതുപോലെ തന്നെ സ്കാലറ്റ് ലേക്ക്, യെല്ലോ ഓക്കർ ആൻഡ് സാപ്പ് ഗ്രീൻ. അതുപോലെ തന്നെ ഇതിപ്പോൾ ട്യൂബായിട്ടാണ്. അപ്പം ഇതിൽ 5 കളറിൽ വരുന്നത് ഒരു കളറാണ് യെല്ലോ, ക്രോം യെല്ലോ അല്ലെങ്കിൽ ഗാംബേജ് എന്ന് പറയും. ഈ 5 കളർ വെച്ചിട്ടാണ് ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യ ഘട്ടത്തിൽ എനിക്ക് ഈ അക്രിലിക്കിൻ്റെ ബ്ലാക്ക് കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ ആർട്ടിസ്റ്റ് കളറിൻ്റെ ബ്ലാക്ക് കിട്ടാണ്ട് വന്നപ്പോഴാണ് ഈ അക്രിലിക്ക് യൂസ് ചെയ്തത്. അത് ഞാൻ ബ്ലാക്ക് മാത്രം ജസ്റ്റ് ഔട്ട്ലൈനിങ്ങിനും ഹെയർ ഒക്കെ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ അക്രിലിക്ക് യൂസ് ചെയ്യുന്നത്. ഇത് ആർട്ടിസ്റ്റ് തന്നെ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നന്നാവുക. ഇതെന്തായാലും മസ്റ്റായിട്ടുള്ളൊരു 5 കളറാണ്. അതുപോലെ തന്നെ നമുക്കിനി യെല്ലോയിൽ തന്നെ പല ഷെയ്ഡ് ഉണ്ട് കേട്ടോ. കാരണം ഒന്ന് യെല്ലോ ക്രോം യെല്ലോയും, ഒന്ന് യെല്ലോ ഓക്കറും, പിന്നെ ഒന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ലെമൺ യെല്ലോ ഉണ്ട്. അതും ആണ് ഈ യെല്ലോ ഷെയ്ഡിൽ വരുന്നത്. അപ്പോൾ ആ ലെമൺ യെല്ലോ എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല. അതുകൊണ്ട് ഇത് രണ്ടുമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓർണമെൻറ്റ്സും ഒക്കെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ ഈ ക്രോമാണ് യൂസ് ചെയ്യേണ്ടത്. അതാണ് കുറച്ചും കൂടി കളർ നല്ല ഭംഗിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ക്രോമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ യെല്ലോ ഓക്കർ നമുക്ക് ഈ ഇലകളൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓണായിട്ട് യെല്ലോ ഓക്കറാണ് ആദ്യം അടിച്ചു കൊടുക്കുക. പിന്നെ ഇത് എല്ലാ ഭാഗത്തും യെല്ലോ ഓക്കർ അടിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. ചെറുതായിട്ട് കളർ ജസ്റ്റ് ഒരു ഫെയ്ഡാവുന്ന പോലെ ഉണ്ടാവുള്ളൂ. കാരണം ഈ ഒരു യെല്ലോ ഓക്കറിൻ്റെ കളറും ഈ യെല്ലോ ക്രോമിൻ്റെ കളറും തമ്മിൽ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് അത്. ചില ആൾക്കാരെല്ലാം ഒരു കളർ തന്നെയാണ് യൂസ് ചെയ്യുക, ചിലർ 2 കളർ യൂസ് ചെയ്യും, 3 കളർ യൂസ് ചെയ്യും. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ ആയിരിക്കും. നമ്മളെ ചിത്രത്തിന് എങ്ങനെയാണോ വേണ്ടത്, ഏത് കളറാണോ വേണ്ടത്, അത് രീതിയിൽ ചെയ്താൽ മതി. അപ്പം അത്രയേ ഉള്ളൂ യെല്ലോ ഓക്കറിൻ്റെ കാര്യം. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ സ്കാലറ്റ് ലേക്ക് എല്ലാ പിക്ചറിലും വേണ്ടൊരു കളറാണ്. അതുകൊണ്ട് ഈ 5 കളർ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ 5 കളറും ഇമ്പോർട്ടൻ്റ് ആണ്. സാപ്പ് ഗ്രീൻ, സാലറ്റ് ലേക്ക്, ബേൺസീന, അതുപോലെ തന്നെ സ്കാലറ്റ്, ഗാംബേജ് യെല്ലോയും, പിന്നെ പേർഷ്യൻ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ 2 യെല്ലോ എടുത്തുകൊണ്ടാണ് ഇവിടെ 4 എണ്ണം എന്ന് പറഞ്ഞത്. ശരിക്കും 5ാമത് വരുന്നത് നമ്മുടെ പേർഷ്യൻ ബ്ലൂ ആണ്. കാരണം ഈ ശ്രീകൃഷ്ണ മ്യൂറലിനൊക്കെ ഞാൻ ബ്ലൂ കളറല്ല ചെയ്തത്. അതൊക്കെ വേണമെങ്കിൽ ഈ ഒരു പേർഷ്യൻ ബ്ലൂ വേണം അടിച്ചു കൊടുക്കാൻ. അപ്പം പേർഷ്യൻ ബ്ലൂ അറിയുമ്പം അങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു 5 കളറാണ് നമ്മൾ ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നത്. സ്കാലറ്റ് ലേക്ക്, സാപ്പ് ഗ്രീൻ, ബേൺസീന, പേർഷ്യൻ ബ്ലൂ ആൻഡ് യെല്ലോ ഓക്കർ, യെല്ലോ ഗാംബേജ്. യെല്ലോൻ്റെ ഏത് ആണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ അപ്പം പെയിൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഞാൻ ഈ പെയിൻറ്റൊക്കെ പർച്ചേസ് ചെയ്തത് കോഴിക്കോട് എജുമാർട്ട് നിന്നാണ് ഞാൻ വാങ്ങിയത്. അവിടെ എജുമാർട്ട് 2 സ്ഥലത്തുണ്ട്. ഞാൻ വാങ്ങിയത് തൊണ്ടയാട് ഉള്ള എജുമാർട്ട് നിന്നാട്ടോ വാങ്ങിയത്. ഈ
പെയിൻറ്റും കാര്യങ്ങളൊക്കെ. അത് ബോട്ടിലും ട്യൂബും തമ്മിൽ വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഈ പേർഷ്യൻ ബ്ലൂവിൻ്റെ ട്യൂബില്ലാത്തതുകൊണ്ട് ഞാൻ ബോട്ടിലെടുത്തു, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഗാംബേജിൻ്റെയും ബോട്ടിൽ ഈ എന്താ പറയുക ട്യൂബ് കണ്ടില്ല, അപ്പം ഞാൻ ബോട്ടിൽ എടുത്തു. വേറെ കളറിന് വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി നമുക്ക് നേരെ ആവശ്യമായത്, പിന്നെ എൻ്റെ കയ്യിൽ കുറേ കളർ വേറെ ഉണ്ട് കേട്ടോ, പല ഷെയ്ഡിൽ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫാബ്രിക് പെയിൻറ്റും കൂടി ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഈ പേൾ കളറും സ്പാർക്കിൾ പേൾസും അങ്ങനെ എല്ലാ കളറും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ പേൾ കളേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്. പേൾ കളേഴ്സായിട്ട് എൻ്റെ കയ്യിൽ 1, 2 ഗോൾഡന്, സിൽവർ, ഇങ്ങനെ 5 കളേഴ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഫാബ്രിക് പെയിൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും ഞാൻ പർച്ചേസ് ചെയ്തത് എജുമാർട്ടിൽ നിന്ന് തന്നെയാണ്. എജുമാർട്ട് ഇത് പർച്ചേസ് ചെയ്തത് തൊണ്ടയാടല്ല ഹൈലൈറ്റ് എന്നുള്ള എജുമാർട്ടിലാണ്. അതിൻ്റെ ഉള്ളിലൊരു എജുമാർട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ പെയിൻറ്റ് വാങ്ങിയത്. അതേപോലെ തന്നെ ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഈ ക്യാമലിൻ്റെ ഫാബ്രിക്ക അക്രിലിക് കളറും ഞാൻ യൂസ് ചെയ്യുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ പണ്ട് യൂസ് ചെയ്താൽ 6 ഷെയ്ഡാണ് വരിക. ഇതിൽ 10 ml ചെറിയ ചെറിയ ബോട്ടിൽസാണ് വരിക. അതും ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാബ്രിക് കാസ്റ്റിൻ്റെ തന്നെ വേറെ കളറ് ഇതൊക്കെ തീർന്നു. വൈറ്റും ബ്ലാക്കും ഒന്നും എനിക്ക് അക്രിലിക് കിട്ടാത്തതുകൊണ്ട് ആർട്ടിസ്റ്റ് കളർ കിട്ടാത്തതുകൊണ്ട് ഞാൻ അക്രിലിക്കാണ് എടുത്തിട്ടുള്ളത്. രണ്ടും അതേ ടൈപ്പ് അക്രിലിക്കാണ് എടുത്തത്. അപ്പം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രമാണല്ലോ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 കളറ് അക്രിലിക്കാണ് ഞാൻ യൂസ് ചെയ്തത്. അതേപോലെ തന്നെ ഞാൻ 2 പെന്നും യൂസ് ചെയ്യാറുണ്ട്. അത് ചില സമയം ഭയങ്കര ചെറിയ പിക്ചറാണെങ്കിൽ നമുക്ക് ബ്രഷ് പോയിൻറ്റഡ് ആണെങ്കിൽ പോലും ചിലപ്പോൾ പുറത്തൊക്കെ പോയാലോ എന്നൊക്കെ, ഔട്ട്ലൈൻ തെന്നി പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഒന്നെങ്കിൽ CD മാർക്കർ വെച്ച് വരയ്ക്കും, അല്ലെങ്കിൽ ഞാൻ ജെൽ പെൻ വെച്ചിട്ട് തന്നെയാണ്. കൂടുതലും ജെൽ പെന്നാണ് ഞാൻ യൂസ് ചെയ്യുക. CD മാർക്കർ ഞാൻ കയ്യിലെടുത്തു എന്നേ ഉള്ളൂ. ഈ മണ്ടാല ഡിസൈനൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഔട്ട്ലൈൻ ഇടാനൊക്കെ CD മാർക്കർ ഉപയോഗിക്കും. പിന്നെ ജെൽ പെന്നും യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ 2 ജെൽ പെന്നും വെച്ചിട്ടുണ്ട്. പിന്നെ വളരെ അത്യാവശ്യമുള്ള സാധനമാണിത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്യാൻവാസൊക്കെ ഞാൻ പല ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓരോ ഭാഗം ചെയ്യുമ്പോഴും ഇങ്ങനെ എന്താ പറയുക തിരിച്ചാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ കയ്യിൽ ബോർഡില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോർഡില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് ചിത്രം തിരിച്ച് ചെയ്യേണ്ടി വരും. ഓരോ ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ചിത്രം തന്നെ റൊട്ടേറ്റ് ചെയ്യണം. പകരം ബോർഡാണെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബോർഡിൽ വെച്ചാൽ നമുക്ക് എല്ലാ ഭാഗവും കറക്റ്റ്, നമ്മൾ ടേബിൾ മേലൊക്കെ വെച്ച് വരയ്ക്കുന്നതും ബോർഡിൽ വെച്ച് വരയ്ക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് കിട്ടും. അങ്ങനെ നിൽക്കുമ്പം ഈ ക്യാൻവാസ് ഷീറ്റ് തെന്നിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാപ്പാണിത്. ഈ ടാപ്പിൻ്റെ മുകളിൽ ഇതിങ്ങനെ 4 സൈഡിലും ഒട്ടിച്ചിട്ട് നമ്മൾ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഈ ലൈനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണിത്. എൻ്റെ കയ്യിൽ നാട്ടിലായ സമയത്ത് ബോർഡൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്തായിരുന്നു. അപ്പം എല്ലാം അങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ആയിപ്പോയതാണ്. അപ്പം ഇതും നല്ലൊരു യൂസ്ഫുള്ളാണ്. 1 or 2 ചിത്രങ്ങളൊക്കെ വരയ്ക്കാനാണെങ്കിൽ ഈ ടാപ്പ് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് വരയ്ക്കാനുണ്ട്, കുറച്ച് വലിയ ചിത്രം വരയ്ക്കാനുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ടാപ്പ് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനം കേട്ടോ. പിന്നെ നമ്മുടെ ചിത്രം തെന്നി പോകാതിരിക്കാനും യൂസായിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ ടേബിളിൽ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗമ്മ് കുറച്ച് നല്ല സ്റ്റിക്കിയാണ്. അപ്പോൾ പറിച്ചെടുത്താലും നല്ല എന്താ പറയുക സ്റ്റിക്കറിൻ്റെ ഒക്കെ ഒരു അടയാളം ഉണ്ടാവും. അതുകൊണ്ട് ടേബിളിലൊന്നും ഇത് വെച്ച് വരയ്ക്കാൻ അത്ര യൂസ്ഫുൾ അല്ല. ഇത് ഞാൻ വാങ്ങിയത് എജുമാർട്ടിൽ തന്നെയാണ്. കാലിക്കറ്റുള്ള എജുമാർട്ടിൽ തന്നെയാണ് ഇതും ഞാൻ വാങ്ങിയത്. പിന്നെ എൻ്റെ ബ്രഷുകൾ, പിന്നെ പെൻസിൽ വേണം കേട്ടോ. പെൻസിൽ ഏതെങ്കിലും ഒന്ന്, ഞാൻ അങ്ങനെ HB 2B
അങ്ങനെ ഉള്ള പെൻസിലൊന്നും ഞാൻ എടുക്കാറില്ല. ഞാൻ ജസ്റ്റ് സാധാരണ നോർമൽ പെൻസിലാണ് എടുക്കുന്നത്. പിന്നെ എൻ്റെ ബ്രഷുകൾ പറഞ്ഞാൽ ഒരുപാട് ബ്രഷുകളുണ്ട്. കുറേ ഹെയർ ഉള്ള ബ്രഷ് ഉണ്ട്. ഓരോ സൈസിലാണ്. ഇത് 5 ആണ്. ഇത് 000, ഇത് 6, 11, 4, 0 ബ്രഷാണിത്. ഇതിൻ്റെ ഹെയർ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. പിന്നെ 7 ബ്രഷ്, 9, 10, 11, 12. പിന്നെ 00 ആണ്, 00 ബ്രഷാണ്. പിന്നെ 3, ഇത് മോൻ്റെ ബ്രഷാട്ടോ. ഇത് 8, ഇത് 1, ഇത് 2. അങ്ങനെ ഒരുപാടുണ്ട്. ഈ ഒരേ കളർ വരുന്നത് ഞാനൊരു കോംബോ ഓഫറോ അങ്ങനെ എന്തോ ഉണ്ടായിട്ടോ, എല്ലാ സൈസും അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രഷിൻ്റെ ഒരു കിറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു കിറ്റ് വാങ്ങിയിട്ടാണ് എല്ലാ സൈസും കിട്ടിയത്. പക്ഷേ ഈ 0, 00, 000 ബ്രഷൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഞാൻ ഒരുപാട് കടയിൽ കയറി അന്വേഷിച്ചിട്ടൊക്കെയാണ് ഈ 000, 00, 0 ബ്രഷൊക്കെ കിട്ടിയത്. ഇത് ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് 000 ലോങ് ഹെയർ ആയിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയത് ലോങ് ഹെയർ ഒന്നല്ല, ഷോർട്ട് തന്നെയാണ് കിട്ടിയത്. മറ്റേത് രണ്ടും എനിക്ക് ലോങ് കിട്ടി, പക്ഷെ അത് വേഗം പോയിട്ടോ. കുറേ യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം പെട്ടെന്ന് പോയി. ഒരു ചിത്രത്തിൽ തന്നെ കൂടുതൽ ചെറിയ ചിത്രങ്ങളാണെങ്കിൽ കൂടുതൽ ആ ചിത്രം കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്നത് 0, 00, 000 ബ്രഷുകളാണ്. അന്നപ്പം അതിൻ്റെ ലൈഫ് വേഗം കുറയും. പിന്നെ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ബ്രഷൊക്കെ പോകും കേട്ടോ. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ വാഷ് ചെയ്യുക. ഇത് അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് ഡ്രൈ ആവും. പിന്നെ നമുക്ക് ആ ഹെയർസിൽ നിന്ന് പെയിൻറ്റ് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം നല്ല വൃത്തിക്ക് കഴുകിയിട്ട് അതിൽ പെയിൻ്റ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അത് സൂക്ഷിക്കാൻ. അതേപോലെ ബ്രഷ് സൂക്ഷിക്കാൻ നമുക്ക് ഇങ്ങനൊരു പാത്രത്തിലിട്ട് വെക്കുന്നതായിരിക്കും നന്നാവുക. അങ്ങനെയാകുമ്പം ഹെയർസും ഒന്നും കേട് വരില്ല. ഞങ്ങൾ ഇതാ ചെയ്ത പോലെ ബ്രഷ് ഇങ്ങനെ മേലോട്ടായിട്ട് നിൽക്കും. അപ്പോഴാണ് അത് അടുത്തത്. ഇനി നെക്സ്റ്റായിട്ട് നമുക്ക് മ്യൂറൽ പെയിൻറ്റിങ്ങിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നമ്മുടെ ക്യാൻവാസ് തന്നെ. 2 ടൈപ്പ് ക്യാൻവാസാണുള്ളത്. ഒന്ന് നമ്മുടെ എൻ്റെ കയ്യിലുള്ള പോലത്തെ ഈ ഷീറ്റ് ടൈപ്പ് ക്യാൻവാസ്, ഷീറ്റ് അല്ലെങ്കിൽ റോള് അങ്ങനെയൊക്കെ പറയാം. റോള് ടൈപ്പ് നമുക്ക് ആവശ്യമനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു 5 മീറ്ററിൻ്റെ റോളാണ് വാങ്ങിയത്. ഇപ്പോൾ ഏകദേശം അത് കഴിയാനായി, കുറച്ച് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വാങ്ങിയത്. അതിൽ തന്നെ ഈ ഒരു നല്ല കളറുള്ള ഭാഗവും കളറ് കുറഞ്ഞ ഭാഗമുണ്ട്. ഒരു ഓഫ് വൈറ്റും വൈറ്റ് പോർഷനിലാണ് നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ക്യാൻവാസ് 2 ടൈപ്പ് ഉണ്ടെന്ന്. അപ്പോൾ ക്യാൻവാസ് 2 ടൈപ്പിൽ ഒരു ടൈപ്പ് ഒരു ബോർഡ് പോലെയാണ് ഉണ്ടാവുക. ആ ബോർഡ് പോലെ അത് എൻ്റെ കയ്യിലില്ല. കാരണം അതൊരു 1 ടൈം ഒക്കെ വരയ്ക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ബോർഡ്. പിന്നെ കുറേയൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത്, നമുക്ക് ലാഭവും ഇതാട്ടോ, ഈ ഒരു റോള്. കാരണം ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്താണോ ഏതൊരു സൈസാണോ വെച്ചാൽ അതിനനുസരിച്ച് ഇത് കട്ട് ചെയ്ത് നമുക്ക് ബോർഡിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ചിത്രം വരയ്ക്കാം. മറ്റേ ബോർഡാകുമ്പോൾ സൈസൊക്കെ കിട്ടും. സൈസൊക്കെ എല്ലാ സൈസും അവൈലബിൾ ആണെന്ന് തോന്നുന്നു എനിക്ക്. ഓൺലൈനിലും കാര്യങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത് വാങ്ങാം, ആ ഒരു റേറ്റിൽ വാങ്ങാം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്കത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അതും മറ്റേ ബോർഡാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. ഒരു പ്രാവശ്യം വരച്ചിട്ടില്ല, എങ്ങനെയാ പറയുക, ഈ ക്യാൻവാസിൻ്റെ ഒരു ബോർഡായിരിക്കും. അത് നമുക്ക് വരയ്ക്കുക, അവിടെ വെക്കുക, അത്രയേ ഉള്ളൂ. ഫ്രെയിം ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതാകുമ്പോൾ കുറേ ചിത്രം വരയ്ക്കാനുള്ളവർക്കാണെങ്കിൽ, കുറേ വരയ്ക്കുന്ന ആളാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു റോളാണ്. അതല്ല ഒരു ആഗ്രഹത്തിന് എനിക്കൊന്നും വരച്ച് നോക്കണം എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു വെറുതെ റോള് വാങ്ങിയിട്ട് കാശ് കളയണ്ട, ബോർഡായിരിക്കും നന്നാവുക. ബോർഡ് വരച്ചിട്ട് ആ ഒരു ബോർഡിൽ ഒരു ചിത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ, അതായിരിക്കും നന്നാവുക. അപ്പം ഇത് ഞാൻ വാങ്ങിയത്
ഓൺലൈനിലാണ് വാങ്ങിയത്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഓൺലൈനിൽ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിലാണെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിയത്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് അത് ഈ ചിത്രമൊക്കെ വരയ്ക്കണമെങ്കിൽ ബ്രഷായി, ക്യാൻവാസായി, പെയിൻ്റായി. ഇനി നമുക്ക് വേണ്ടത് പാലറ്റ്. ഇപ്പം എൻ്റെ പാലറ്റ് നോക്കണം കേട്ടോ, ഒരുപാട് വരച്ചിൽ ഇല്ലാത്ത കളറുകളില്ല, എല്ലാ കളറുകളും വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു പാലറ്റാണ് നമുക്ക് വേണ്ടത്. വൈറ്റ് കളർ പാലറ്റ് ആണെങ്കിൽ അത് അത്രയും നല്ലത്. കാരണം വൈറ്റ് കളർ പാലറ്റ് ആകുമ്പോൾ നമുക്ക് കളർ മിക്സ് ചെയ്താലും ഒക്കെ കറക്റ്റ് കാണാം, മനസ്സിലാക്കാൻ കഴിയും ഏത് കളർ ആണ് നമുക്ക് കിട്ടിയത്. മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ വിചാരിച്ച ഷെയ്ഡ് കിട്ടിയോ എന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും വൈറ്റ്. പിന്നെ ചില ആൾക്കാരൊക്കെ ഈ ചിരട്ടയിൽ ഈ കോക്കനട്ട് ഷെല്ലിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ കളർ മിക്സ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുക പാലറ്റാണ്. പാലറ്റ് പ്ലാസ്റ്റിക്കും കിട്ടും, ചെറിയ മക്കൾക്കൊക്കെ കിട്ടുന്നൊരു പ്ലാസ്റ്റിക് ഉണ്ട്. അതൊന്നും എടുത്തിട്ട് കാര്യമില്ല കേട്ടോ, നമുക്ക് കഴുകാനേ നേരം ഉണ്ടാവുള്ളൂ. വാങ്ങുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലേറ്റും കാര്യങ്ങളും എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു സ്ഥലം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ബാക്കി സൈഡും കാര്യങ്ങളും ഉണ്ട്, നല്ല വിശാലമായിട്ട് നമുക്ക് കളർ മിക്സ് ചെയ്യാം. പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ പാലറ്റ് യൂസ് ചെയ്യുമ്പം വൈറ്റ് പാലറ്റ് യൂസ് ചെയ്യാൻ നോക്കുക. ഇത് ഞാനൊക്കെ കുറേ കാലം മുന്നേ പ്ലെയിൻ പ്ലേറ്റ് കിട്ടേണ്ടിയിട്ട് ഞാനും എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു കുട്ടിയും കൂടി ഡ്രോയിങ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവൾ എവിടുന്നോ സംഘടിപ്പിച്ചിട്ട് എനിക്കും ഒന്ന് കൊണ്ടു തന്നതാണ്. ഇത് എവിടുന്നാണ് വാങ്ങിയതെന്നൊന്നും എനിക്കറിയില്ല. ഇത് സാധാ ഫൈബറിൻ്റെ പ്ലേറ്റ് ആട്ടോ, അല്ലാത്ത വലിയ ക്വാളിറ്റി, വലിയ ചെറിയ ഏതോ പൈസൻ്റെ സാധനമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഈ കളറ് മിക്സ് ചെയ്യാൻ വെള്ളം എടുക്കണമെങ്കിൽ നമുക്കൊരു പാത്രം വേണം. അത് നമുക്ക് പിന്നെ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും പാത്രം മതി. അത് വെച്ചിട്ട് നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ മ്യൂറലിന് ഞാൻ യൂസ് ചെയ്യുന്ന സാധനം. പലരും പല സാധനങ്ങളും ഇതിൽ ആഡ് ചെയ്യുകയും ഇതാക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ കയ്യിലില്ലാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ചിത്രമൊക്കെ അടിച്ച് ഫുള്ള് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ലാസ്റ്റ് നമ്മളൊരു വാർണിഷ് അടിക്കാനുണ്ട്. അത് ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും എനിക്ക് യൂസ് ചെയ്യാൻ എൻ്റെ കയ്യിലില്ല, ഞാനത് വാങ്ങാനും വിട്ടുപോയി. അപ്പം ഒരു വാർണിഷും കൂടി അടിച്ചിട്ടാണ് നമ്മളത് ഫ്രെയിം ചെയ്യാം. അപ്പം കഴിഞ്ഞ ചിത്രം വരെ ഞാൻ വാർണിഷ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നിങ്ങൾ ഒരു ചിത്രമാണ് വരയ്ക്കുന്നത്, അത്ര ഇഷ്ടപ്പെട്ട് വരയ്ക്കുകയാണെങ്കിൽ വാർണിഷും കൂടി അടിച്ച് കൊടുക്കുന്നത് കുറച്ചും കൂടി നന്നാവും. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ എന്താ പറയുക മെറ്റീരിയൽസും സാധനങ്ങളോ കാര്യങ്ങളോ ഒക്കെ. അപ്പം ആരെങ്കിലും എൻ്റെ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ കൊടുക്കാം കേട്ടോ, വീഡിയോ ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇനിയും ഇങ്ങനെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.